അതിനെയാണ് നമ്മൾ കാണിച്ചു കൊടുത്തത് അല്ലേ. ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. വീണ്ടും പറയാണ്, സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാറ്റിക് വെച്ച് ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, ഫംഗ്ഷൻ എന്താന്ന് പഠിച്ചു, അതുപോലെ തന്നെ ആർഗ്യുമെൻ്റ് എന്താ, പാരാമീറ്റർ എന്താ, പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യം, അതായത് ഫംഗ്ഷനെ കുറിച്ച് ടോട്ടലി നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, ഫംഗ്ഷൻ എന്താണെന്നൊക്കെ പഠിച്ച്. ഇനി നിങ്ങൾക്ക് അത് വീഡിയോ കണ്ടിട്ട് സംശയം വരികയാണെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, ടെലിഗ്രാമിൽ കയറാം, ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാവും. ടെലിഗ്രാം കയറി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് സംശയം ചോദിക്കുക, അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. ഓക്കെ ഇപ്പം നമ്മൾ എന്തെന്ന് വെച്ചാൽ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു, എന്താണ് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പബ്ലിക്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്, വോയിഡ്, ഇങ്ങനെയൊക്കെ ഒരു കീവേഡ്സ് ഉണ്ട്, അതെന്താന്നുള്ളത് പറയാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതായത് ഫംഗ്ഷൻ എന്ത് ചെയ്യും, കുറച്ച് വാല്യൂസിനെ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക്. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടത് എന്താ, കഴിഞ്ഞ വീഡിയോസ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാം, നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാറ്റിക് വോയിഡ് സം എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഉണ്ടാക്കിയത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിലെ സ്റ്റാറ്റിക് എന്താ, വോയിഡ് എന്താ, എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്നുള്ള രീതിയിൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ആ കീവേഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് സ്റ്റാറ്റിക്കിനെ കുറിച്ചാണ്. സ്റ്റാറ്റിക് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്റ്റാറ്റിക് വെച്ചിട്ടൊരു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞുതരാമെന്ന്. അപ്പോൾ ഞാനപ്പോൾ ആദ്യം സ്റ്റാറ്റിക്കിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാറ്റിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്ന ഒരു ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താ എന്നുള്ള കൺസെപ്റ്റ്, എന്നിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഒബ്ജക്റ്റ് നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആനിമൽ എന്നുള്ള ക്ലാസ്. എന്നിട്ട് ആ ആനിമലിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു കളറും പിന്നെ ഏജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷനെ വിളിച്ചു, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നടന്നു. അതായത് ഫംഗ്ഷൻ എഴുതി, ഇപ്പോൾ സം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സം എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, അതിൻ്റെ ഉള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ടിൽ എന്ത് ചെയ്തു, രണ്ട് നമ്പർ എന്ത് ചെയ്ത് സം ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ കാണിച്ചു കൊടുത്തത് അല്ലേ. ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്തത്, ആ ഫംഗ്ഷനെ കോൾ ചെയ്തത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കോൾ ചെയ്യാനും പറ്റി. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യത്തെ ക്ലാസ് പറഞ്ഞ, ഒരു ക്ലാസ് ഉണ്ടാക്കിയാൽ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ഫംഗ്ഷൻ്റെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി, ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്. ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ്സിനെയോ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷനെയോ ഇല്ലെങ്കിൽ വേരിയബിൾസിനെയോ പ്രോപ്പർട്ടീസിനെയോ നമുക്ക് വിളിക്കാൻ ഇല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. കണ്ടില്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് കേട്ട് നോക്കുക. ഇതും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് പോയി കാണാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. വീണ്ടും പറയാണ്, സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് വെച്ച് ഫംഗ്ഷനോ ഇല്ലെങ്കിൽ ഒരു വേരിയബിളോ പ്രോപ്പർട്ടീസോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ, ഈ കാണുന്ന സ്ക്രീനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതും അതേപോലെ ഒരു ചായക്കടയിൽ പോയിട്ട് എന്നുള്ള ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു. ഇപ്പോൾ ഇവിടെ എന്താ, നമ്മൾ മെയിൻ എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്തത്, മൊത്തം ഫങ്ഷൻസും എല്ലാം ഉള്ളത്. ഓക്കെ, ആ മെയിൻ എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ സം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയത്. ആ ഫംഗ്ഷൻ ഏതാ, സ്റ്റാറ്റിക് എന്നുള്ള ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിക്ലറേഷൻ നടത്തിയത് അല്ലേ.
അതിൻ്റെ മൊത്തം ഡെഫിനിഷൻ മീൻസ് ഡിക്ലറേഷൻ നടന്നത് ഒരു സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് സം എന്നുള്ളത്. എന്നിട്ട് ആ സ്റ്റാറ്റിക് എന്നിട്ട് വെച്ചതിന് ശേഷം ഈ സമ്മിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ ഫംഗ്ഷൻ, ഇതാണ് മെയിൻ ഫംഗ്ഷൻ കേട്ടോ. ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അതാണ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ സം എന്നുള്ളത് കോൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ സം എന്നുള്ളത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ, യുവർ ടോട്ടൽ അമൗണ്ട് ഈസ് 30, യുവർ ടോട്ടൽ അമൗണ്ട് ഈസ് 50. കാരണം 2 വട്ടം വരാൻ കാരണം 2 വട്ടം കോൾ ചെയ്തിട്ടുണ്ട്. അതിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത് രണ്ടും 2 വാല്യൂ ആണ്. ഒന്ന് 10 20 ആണ്, രണ്ടാമത്തെ കോൾ ചെയ്തത് 10 40 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളല്ലോ, പിന്നെ എങ്ങനെ കിട്ടിയത് എങ്ങനെ, സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ സ്റ്റാറ്റിക് ഇല്ലാതെ നമുക്ക് കിട്ടുമോ എന്നുള്ളത്? അതിപ്പോൾ നോക്കാം. ഞാൻ സ്റ്റാറ്റിക് മാറ്റിയിട്ട് ഒന്നും കൂടി സേവ് ചെയ്യാണ്. സേവ് ചെയ്തതിന് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ കനോട്ട് ബി റെഫറൻസ്ഡ് ഫ്രം സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് എന്തല്ല ഉള്ളതല്ല, മീൻസ് നമുക്ക് എന്ത് ചെയ്യണം, മാറ്റി പിടിക്കണം. ഇനി പബ്ലിക് ആഡ് ചെയ്യണം. ഓക്കെ, പബ്ലിക് ചെയ്താൽ കിട്ടുമോ, അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കിട്ടൂല, സ്റ്റാറ്റിക് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, അതും കനോട്ട് ബി റെഫറൻസ്ഡ് ഫ്രോം സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ്. ഓക്കെ, അതാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കാം. ഇതെന്തല്ല, അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇല്ല, അതല്ല, മീൻസ് സ്റ്റാറ്റിക് എന്ന് കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി സ്റ്റാറ്റിക് ഞാൻ കൊടുക്കുന്നു, വീണ്ടും സ്റ്റാറ്റിക് എന്ന് കൊടുക്കുന്നേ. ഓക്കെ, സ്റ്റാറ്റിക് എന്ന് കൊടുത്തു, പിന്നെ സേവ് ചെയ്തു. എന്നിട്ട് ജാവ സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കണ്ടോ 30 and 50 എന്ന് കിട്ടി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ സ്റ്റാറ്റിക് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക്കിൻ്റെ തൊട്ടടുത്ത് ഒരു വോയിഡ് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ വോയിഡിനെ കുറിച്ച് പറയുന്ന തൊട്ട് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ്റെ റിട്ടേൺ കീവേഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ ഒരു വീഡിയോസിൽ ചിലപ്പോൾ പറയുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടാവാം. അതായത് വോയിഡ് നിട്ടുമ്പോൾ റിട്ടേൺ വാല്യൂ ഇല്ല, ഫംഗ്ഷൻ്റെ ഒരു റിട്ടേൺ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് വോയിഡ് നിട്ടത് എന്നുള്ളത്. അപ്പോൾ അതൊന്നും മൈൻഡിൽ വെക്കണ്ട, അതെല്ലാം പോട്ടെ. ഇപ്പോൾ മുതൽ ഫ്രഷായി ഞാൻ പറയാൻ എന്താണ് വോയിഡ്, എന്താണ് റിട്ടേൺ വാല്യൂ കീവേഡ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ചായക്കടയിൽ ഒരാൾ പോയി, ചായക്കടയിൽ ഒരാൾ പോയിട്ട് 10 റുപ്യൻ്റെ സ്നാക്സ് കഴിച്ചതിന് ശേഷം അതുപോലെ 10 റുപ്യൻ്റെ ചായ കുടിച്ചിട്ട് പിന്നെ 20 റുപ്പീസിൻ്റെ സ്നാക്സ് കഴിച്ചാൽ ആൾ ആ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുന്നതാണ് 10 പ്ലസ് 20 എന്നുള്ളത് ആൾ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്ക് എന്താണ്, അതായത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇൻപുട്ട് നമ്മൾ 10ഉം 20 എന്നുള്ള ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അല്ലേ. അപ്പോൾ നമ്മൾ 10 20 ആൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്ക് റിട്ടേൺ കിട്ടുന്ന വാല്യൂ ആണ് 30 എന്നുള്ളത്. ഇനി വേറെ ഒരാൾ പോയിട്ട് 40 റുപ്യക്ക് കടി കഴിച്ചു, ഐ മീൻസ് സ്നാക്സ് കഴിച്ചു, പിന്നെ 10 റുപ്യൻ്റെ ചായ കുടിച്ചാൽ അപ്പോൾ 50 എന്നുള്ളത് റിട്ടേൺ ആയി. ആൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും, 50 എന്നുള്ള റിസൾട്ട് കിട്ടും. ഇതാണ് ആൾക്ക് റിട്ടേൺ കിട്ടുന്നത്. ആ സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആളൊരു വാല്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അത് സം ചെയ്തിട്ടുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റിയൽ ടൈം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ തോന്നുന്നത്. ഇപ്പോൾ വേറൊരു റിയൽ ടൈം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഒരാളെ വിളിച്ച് നമ്മൾ പറയുന്നു, ആദ്യം വിളിച്ച്, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ വീടിൻ്റെ ബാക്കിലുള്ള സാവിയോ അതുപോലെ രാഹുലുണ്ട്, അവർ രണ്ടാളും ഞാൻ വിളിച്ച് പറയുന്നു, ഒരു 20 റുപ്യ കൊടുത്തിട്ട് പറയുന്നു, നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ്സ് കൊണ്ടുവരാൻ നമ്മൾ പറയുന്നു. അപ്പോൾ ചോക്ലേറ്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ 20 റുപ്പീസാണ് അവർക്ക് ഞാൻ കൊടുത്തത്.
മനസ്സിലായോ? 20 റുപ്പീസ് കൊടുത്തിട്ട് അവർ പോയി അവിടെ നിന്ന് എന്ത് ചെയ്യും, മീൻസ് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ഒരു 15 റുപ്യക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കൊണ്ടുവരുന്നത്. പിന്നെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, 15 റുപ്യൻ്റെ ചോക്ലേറ്റ് ഇവിടെ വെച്ച് കഴിക്കാൻ എനിക്ക് തന്നു. അപ്പോൾ 5 റുപ്യ എന്താണ് ആള് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 5 റിട്ടേൺ ചെയ്യുമ്പോൾ ആ 5ആണ് റിട്ടേൺ വാല്യൂ. ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ നമ്മൾ ഈ ചായക്കടൻ്റെ ഒരു കാര്യം എക്സാമ്പിൾ എടുത്തപ്പോൾ തന്നെ ചായക്കടയിൽ പോയിട്ട് എന്ത് ചെയ്തു, 10 റുപ്യ എന്ത് ചെയ്തു കൊടുത്തു. പിന്നെ 50 റുപ്യ 40 റുപ്യൻ്റെ സ്നാക്സ് കഴിച്ചു. അപ്പോൾ 50 റുപ്യ ആയി. ഇയാൾ എന്ത് ചെയ്തു, ഒരു 100 റുപ്യ എടുത്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 100 റുപ്യ ആളെന്ത് ചെയ്യും, 100 റുപ്യ കിട്ടിയതിന് ശേഷം ആൾക്ക് ചിലപ്പോൾ കണക്ക് കൂട്ടാനൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്ററാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കാം. അപ്പോൾ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യും, ആൾ 100 റുപ്യ -50 എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പം 50 എന്നുള്ളതാണ് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ ആളെന്ത് ചെയ്യും, 50 റുപ്യ എടുത്ത് റിട്ടേൺ കൊടുക്കും. ഇത്രേ ഉള്ളൂ. ആ ജസ്റ്റ് കൺസെപ്റ്റാണ്. റിട്ടേൺ വാല്യൂ എന്നുള്ളത് റിട്ടേൺ കൊടുക്കും. ഓക്കെ, റിട്ടേൺ. അപ്പോൾ എന്താണ് ഇപ്പോൾ വോയിഡും അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഇങ്ങനെ റിട്ടേൺ എന്നുള്ളത്, അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ റിട്ടേൺ എഴുതിയിട്ട് ഒരു വാല്യൂ നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വോയിഡ് എന്നുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു നമ്പർ ആണെങ്കിൽ അതെന്ത് ചെയ്യണം, ഇൻറ്റാണ്, അല്ല ഇൻറ്റിജറാണ്, ഒരു നമ്പറാണ്. ഇൻറ്റിജർ ആകുമ്പോൾ ഫംഗ്ഷൻ വോയിഡിൻ്റെ പകരം നേരെ മറിച്ച് എന്ത് ചെയ്യണം, ഇൻറ്റാക്കി മാറ്റണം. ഇനല്ല റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ്, ലെറ്റേഴ്സാണ്. ഫോർ എക്സാമ്പിൾ നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ വോയിഡിൻ്റെ പകരം എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും, ഡാറ്റ ടൈപ്പ് ആയിരിക്കും. നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് ആ ഡാറ്റ ടൈപ്പാണ് എന്ത് ചെയ്യുക, ആ വോയിഡിന് പകരമായിട്ട് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലാവും? അപ്പോൾ എന്താണ് വോയിഡ്? വോയിഡ് എന്നുള്ളത് റിട്ടേൺ വാല്യൂ തന്നെ ഇല്ല. അതിപ്പോൾ നമ്പറല്ല, സ്ട്രിംഗ് അല്ല, ഒന്നുമില്ല. റിട്ടേൺ എന്നുള്ള കീവേഡ് തന്നെ അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരെ മറിച്ച് നമ്മൾ ചായക്കടയിൽ പോയിട്ട് 100 റുപ്യാണ് ചോദിച്ചത്, 100 റുപ്യ അല്ല 50 റുപ്യാണ് ചോദിച്ചത്, 50 റുപ്യ എടുക്കുമ്പോൾ 100 റുപ്യ അല്ല 50 റുപ്യ കൊടുത്താൽ ആൾ റിട്ടേൺ ചെയ്യാൻ ഒന്നുമില്ല. അതുപോലെയാണ് വോയിഡ്. ഒന്നുമില്ല. വോയിഡ് എന്ന് വെച്ചാൽ നാൾ ഒന്നുമില്ല, റിട്ടേൺ ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ വോയിഡ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കാണിച്ചു തരാം. ഓക്കെ, അതിനുവേണ്ടി സ്ക്രീൻ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യണം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ എന്താണ്, ഈ പറഞ്ഞ പോലെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അത് ഞാൻ സ്റ്റാറ്റിക് എന്ന് വെച്ചിട്ടാണ് ഇത്. സ്റ്റാറ്റിക് എന്താ നമ്മൾ പഠിച്ചു. ഇപ്പോൾ വോയിഡും കൂടി പറയുന്നു. വോയിഡ് പറഞ്ഞാൽ റിട്ടേൺ വാല്യൂ ഒന്നുമില്ല. ഇപ്പോൾ കണ്ടോ, ഇവിടെ റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വോയിഡും കൊടുത്തത്. റിട്ടേൺ വാല്യൂ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്തിട്ടാണ് അവർക്ക് കാണിച്ചത്. റിട്ടേൺ ഒന്നുമില്ല, പ്രിൻ്റ് ചെയ്യാൻ മാത്രമേ എന്ത് കൊടുത്തിട്ടുള്ളൂ. എന്ത് ചെയ്തിട്ടില്ല, റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടും. ഇനി നമുക്ക് റിട്ടേൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഞാൻ അതിന് വേണ്ടി എന്ത് ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എന്നുള്ളത് കളയിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു റിട്ടേൺ എന്നുള്ള കീവേഡ് ഉണ്ട്. റിട്ടേൺ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. നേരെ റിട്ടേൺ എന്താണ് കീവേഡ്, ആ കീവേഡ് ഉപയോഗിക്കുക. ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യണം, A+B എന്നുള്ളത് കൊടുത്തു. ഇങ്ങനെ സെമിക്കോളം കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കുക. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, ഇവിടെ കണ്ടോ, വീണ്ടും എന്ത് കിട്ടി, നമുക്കൊരു എറർ കിട്ടി. എന്തുകൊണ്ട് ആ എറർ കിട്ടി? ഈ എറർ കിട്ടാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു, റിട്ടേൺ ചെയ്യുന്ന സമയത്ത് വോയിഡ് ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് ആ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ ഡാറ്റ ടൈപ്പാണ്. ഇപ്പോൾ എന്താ റിട്ടേൺ ചെയ്യുന്നത്, ഇവിടെ കണ്ടോ ഇൻറ്റ്. ഈ സ്ക്രീനിൽ കാണുന്നു നിങ്ങൾ, ഈയുടെ പാരാമീറ്റർ ആയിട്ട് എന്താ ഉള്ളത്, ഇൻറ്റാണ്. A, B നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തത് എന്താ, A20, 10, അതായത് 1020. അപ്പോൾ 10+20 കിട്ടുന്ന റിസൾട്ട് ഇല്ലേ, ആ റിസൾട്ട് എന്താണ്, ആ റിസൾട്ട് എന്നുള്ളത് ഇൻറ്റിജറാണ്, നമ്പർ ആയിരിക്കും അല്ലേ, ഒരു സ്ട്രിങ് ആയിരിക്കുമോ, അല്ലല്ലോ. അപ്പോൾ എന്താണ് ഇൻറ്റിജർ എന്താ സ്ട്രിങ് ഒന്നും അറിയാത്തവർ ഇതൊന്നും കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യത്തെ വീഡിയോ കാണാം, അതിൽ എന്താണ് സ്ട്രിങ് കാര്യങ്ങൾ, ഡാറ്റ ടൈപ്പ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം. അപ്പോൾ ഇത് കാണുന്നുണ്ടോ, 1020 അതൊന്നും ഇൻറ്റീജറാണ്. അത് പ്ലസ് ചെയ്യുന്ന വാല്യൂ കിട്ടുന്നതും ഇൻറ്റീജറാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വോയിഡിൻ്റെ പകരം ഇൻറ്റ് എന്ന് ഉപയോഗിച്ചിട്ട് സേവ് ചെയ്തിട്ട് വീണ്ടും റൺ ചെയ്താൽ
എന്താ സംഭവിക്കാൻ നോക്കാം. സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, ഒന്നും പ്രിൻ്റ് ചെയ്തിട്ടില്ല. സംഭവം എററും വന്നിട്ടില്ല, ഒന്നും പ്രിൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, ഒന്ന് ചിന്തിക്കേണ്ടത്, ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഒന്ന് ഫങ്ഷൻ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നേരത്തെ ആണെങ്കിലോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടിപ്പോൾ വാല്യൂ കിട്ടി, നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ എവിടെയും പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും ഫങ്ഷനെ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എവിടെയും പ്രിൻ്റ് ചെയ്തിട്ടില്ല. അത് എവിടെ നിന്ന് കിട്ടും, അതാണ് ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ സമ്മ് എന്ന് എഴുതിയിട്ട് നമ്മൾ കോൾ ചെയ്തിട്ടില്ലേ 2 വാല്യൂ, ആ 2 വാല്യൂ ഇങ്ങനെ കോൾ ചെയ്തിട്ട് കാര്യമില്ല. നേരെ വെച്ച് റിട്ടേൺ ചെയ്താൽ അതിനെ കോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെയാണ് സം എന്നുള്ളത് വിളിക്കേണ്ടത്. മനസ്സിലായോ? സം എന്നുള്ളത് കോൾ ചെയ്തിട്ട് എന്തൊക്കെ പാസ് ചെയ്യണം, ഇപ്പോൾ 10 അതുപോലെ 20 എന്നുള്ള ആർഗ്യുമെൻ്റായി പാസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടി. ഇപ്പോഴാണ് നമുക്ക് വാല്യൂ കിട്ടിയത്. മനസ്സിലായോ? വീണ്ടും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇപ്പോൾ സമ്മെന്നുണ്ടായി, സമ്മിനെ നമ്മൾ ഫങ്ഷനിൽ ഒരു റിട്ടേൺ വാല്യൂ കൊടുത്തു. ആ റിട്ടേൺ വാല്യൂ ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ ആയതുകൊണ്ടാണ് ഇൻറ്റ് വോയിഡിന് പകരം ഇൻറ്റ് എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ആ വോയിഡിന് ഇൻറ്റ് എന്ന് കൊടുത്തു. ആ ഇൻറ്റാണ് നമുക്ക് എന്ത് ചെയ്തത്, പ്രിൻ്റ് ചെയ്തത്. ആ ഇൻറ്റീജർ വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. അതായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം ഈ ഫംഗ്ഷനെ വിളിച്ചിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തത്, അതുകൊണ്ടാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്തത്, റിട്ടേൺ കൊടുത്തപ്പോഴും നമ്മൾ എവിടെയും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല, റിട്ടേൺ ചെയ്യാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നെ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഫംഗ്ഷനെ ആണ് ടോട്ടലി റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്തത്, പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ ഒന്നും കൂടി ചിന്തിച്ച് നോക്കുക എന്താണ് സംഭവം ഇവിടെ നടക്കുന്നെന്നുള്ളത്. ഓക്കെ, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒന്നും കൂടി വീഡിയോ ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ടെലിഗ്രാം സപ്പോർട്ട് ഉണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഉണ്ട്. ആ സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഈ പ്ലേലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് എത്രത്തോളം ഉപകാരപ്പെടുത്താൻ നോക്കുക, അത്രത്തോളം എന്ത് ചെയ്യുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ വീഡിയോ കാണാം, പെട്ടെന്ന് ചോദിക്കുക. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ട്യൂട്ടോറിയൽ കഴിയാറായി, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിക് പഠിച്ചു, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ A+ റിട്ടേൺ വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കുക, നിങ്ങൾ ഇതേപോലെ നമ്മളെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ പറഞ്ഞു ഇൻറ്റാണ് നമ്മൾ കൊടുത്തത്, അതുകൊണ്ടാണ് റിട്ടേൺ വാല്യൂ ഇൻറ്റീജർ ആവണം. ഇനി റിട്ടേൺ വാല്യൂ സ്ട്രിങ് ആയാലും എന്താ അവസ്ഥ? അതിന് വേണ്ടി ഈ റിട്ടേൺ വാല്യൂൻ്റെ അടുത്ത് ഞാൻ സ്ട്രിങ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ വെസ്ൽ എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, വെസ്ലിനും കൂടി സേവ് ചെയ്തിട്ട് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. എററാണ്, കാരണം എന്താ, റിട്ടേൺ വാല്യൂ സ്ട്രിങ് പറ്റൂല, നേരെ മറിച്ച് എന്ത് ചെയ്യണം, അതിൽ ഇൻറ്റീജറേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എറർ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇൻറ്റ് മാറ്റിയിട്ട് സ്ട്രിങ് നാക്കാം. ഓക്കെ, സ്ട്രിങ് മാറ്റി സേവ് ചെയ്ത് വീണ്ടും ജാവ സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ, ടെർമിനൽ ക്ലിയർ ചെയ്യാണ്. ക്ലിയർ ചെയ്തതിന് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്താൽ ബേസിൽ എന്നുള്ളത് പ്രിൻ്റായി. കാരണം എന്താ, സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ സ്ട്രിങ് കൊടുത്തു വോയിഡിന് പകരം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. റിട്ടേൺ വാല്യൂ എന്താണെന്നും അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ കൊടുക്കുമ്പോൾ എന്താണ് വോയിഡ്, എന്താണ് സ്റ്റാറ്റിക് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെറിയ വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ട് ടെലിഗ്രാമിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.